വയനാട്ടിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. വനം വകുപ്പിനെതിരെയാണ് ആ പ്രതിഷേധം. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം ഇന്നലെയും നാട്ടുകാർ ഉന്നയിച്ചതാണ്. അതിന്റെ ഭാഗമായി ഇന്നലെ ജനപ്രതിനിധികളും മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെയുള്ളവരും ചർച്ച നടത്തി ഒരു ധാരണയിലേക്ക് എത്തി. കടുവയെ വെടിവെച്ച് കൊല്ലും, അതിന്റെ ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്ന ഉറപ്പാണ് നൽകിയത്. പക്ഷേ പിന്നീട് പുറത്തുവന്ന ഉത്തരവിൽ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കേരളയുടെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. അത് തന്നെയാണ് നേരത്തെ ദീപ എന്ന ഉദ്യോഗസ്ഥയും അവിടെ പറഞ്ഞത്. അതിനെ കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കൂട്ടിലാക്കാനുള്ള ശ്രമം നടത്തി അത് കൂട്ടിലായി കഴിഞ്ഞാൽ അതിനെ കൂട്ടിലാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതല്ല, അങ്ങനെ കൂട്ടിലാക്കാൻ, അതിനെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കാൻ കഴിയുന്നില്ല, അത് ഇങ്ങനെ ഒരു നരഭോജി കടുവയായിട്ട് തുടരുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇതിനെ ഹണ്ട് ചെയ്യാൻ പറയുന്നത്, വെടിവെക്കാൻ വേണ്ടി പറയുന്നത്. അത് ഈ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. Following the guidelines and standard operating procedure issued by the National Tiger Conservation Authority for taking further steps in this regard. If the problematic tiger cannot be captured or tranquilized and remains dangerous to human life by turning into a man-eater, then the said tiger shall be hunted എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനെ വെടിവെച്ച് അല്ലെങ്കിൽ ഇതിനെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രം, അതായത് ഇപ്പോൾ കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു, കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. അതിനുള്ള ദൗത്യമാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. വെടിവെക്കും എന്നതൊക്കെ ഇന്നലെ വൈകാരികമായ അന്തരീക്ഷത്തിൽ പറഞ്ഞതാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഉത്തരവിന്റെ ഉള്ളടക്കം ഇതാണ്. എന്നാൽ കൂട്ടിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അപകടകാരിയായി മനുഷ്യനെ ആക്രമിക്കുന്ന തരത്തിൽ തുടരുകയാണെങ്കിൽ വെടിവെക്കാം. അതും ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ വളരെ കൃത്യമായ, വളരെ കർശനമായ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ വെടിവെക്കാവൂ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ വനം വന്യജീവി നിയമം എന്ന് പറയുന്നത് വളരെ കർശനമായ, വളരെ കൃത്യമായി പാലിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ചും, അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ ലംഘിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമായിരിക്കും. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ പൊതുമധ്യത്തിൽ നാട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് അത് കൃത്യമായ നിയമം പാലിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പരിമിതി ഈ രോഷാകുലരായ, വൈകാരികമായി ഈ വികാരം പ്രകടിപ്പിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ അങ്ങനൊരു പരിമിതിയിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ മറുപടികളിലും അത്തരം പരിമിതി പ്രകടമാകുന്നത്. വനമന്ത്രി ആവർത്തിച്ച് പറയുന്നത് വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണം. 72 നിയമമാണത് വേണ്ട തരത്തിൽ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പരിഷ്കരിക്കുന്നതിന് വലിയ എതിർപ്പുകൾ വന്നു. അതിലെ ചില ക്ലോസുകളാണ് വലിയ എതിർപ്പുകൾക്ക് കാരണമായി എന്നത് മറ്റൊരു കാര്യമാണ്. അത്തരം പ്രശ്നങ്ങളില്ലാത്ത തരത്തിൽ അതിനെ പരിഷ്കരിക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ സാധ്യതകൾ സർക്കാർ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതേസമയം രാഷ്ട്രീയമായി കൂടി വലിയ എതിർപ്പുകൾ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ നിയമം പരിഷ്കരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം വനം മന്ത്രി പറയുന്നതിന് അപ്പുറത്ത് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിരവധി തവണ മുഖ്യമന്ത്രി ഉൾപ്പെടെ സന്ദർശിച്ച് ഈ നിയമമൊക്കെ പരിഷ്കരിക്കേണ്ട ആവശ്യകത പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടോ നമുക്ക് കഴിയുന്നില്ല. അത് ഈ നിയമപരമായ പരിമിതി തന്നെ ആയിരിക്കണം. ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി അതോറിറ്റികൾ, കോടതികൾ ഇത്തരം കേസുകളിൽ നേരത്തെ എടുത്തിരുന്ന നിലപാടുകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വനം ഉദ്യോഗസ്ഥർക്ക് പരിമിതി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആളുകളെ സംബന്ധിച്ച് മനുഷ്യജീവനാണ് ഏറ്റവും പ്രധാനം. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് കാട്ടിലെ മൃഗങ്ങൾക്ക് മാത്രം ജീവിക്കാനുള്ള അവകാശമല്ല, എല്ലാവർക്കും ജീവിക്കാനുള്ള തുല്യമായ അവകാശമുണ്ട്. എല്ലാവരുടേതുമാണ് ഈ ഭൂമി എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് പോലെ തന്നെ ഇതൊരു എല്ലാവരുടെ ഭൂമിയാണെങ്കിലും മനുഷ്യജീവന് അതിന് പ്രത്യേകമായ മൂല്യമുണ്ട്, വിലയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മൃഗങ്ങളെയും നമ്മൾ പരിപാലിക്കുന്നുണ്ട്. മനുഷ്യജീവൻ എപ്പോഴും വേണമെങ്കിലും അപകടത്തിലാകാം. ഇതുപോലെ കടിച്ച് വലിച്ച് കാട്ടിലേക്ക് 100-150 മീറ്ററും ഒക്കെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വന്യമൃഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വന്യത, അത് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത സ്ഥിതിയാണ്. ഒരു സ്ത്രീ അതിന് മുന്നിൽപ്പെട്ടാൽ, ഒരു പുരുഷനായാലും അതിന് മുന്നിൽപ്പെട്ടാൽ, ഒരു കുഞ്ഞാണെങ്കിലും മുന്നിൽപ്പെട്ടാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ ആ ജീവൻ നഷ്ടമായി പോകട്ടെ. ഇന്നലെ കണ്ടുവന്ന ഒരാൾ പറയുന്നത് കേട്ടില്ലേ, മുതുക് വരെയുള്ളൂ, പിന്നീട് ഒന്നും ശരീരത്തിലില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മൃഗമാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ പരിപാലനം, അല്ലെങ്കിൽ മനുഷ്യൻ പരിപാലിക്കുകയോ പരിചരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇണക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിനൊന്നും വിധേയമാകാത്ത രീതിയിലുള്ള വന്യമൃഗമാണ്. അപ്പോൾ അവിടെ മനുഷ്യനോട് ഉള്ള എന്തെങ്കിലും തരത്തിലൊരു ജീവനാണ് ഇപ്പുറത്തു നിന്നുള്ള എന്തെങ്കിലും പരിഗണന ആ മൃഗത്തിൻ്റെ ഭാഗത്തുനിന്ന്, വന്യമൃഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കരുതുന്നതിൽ കാര്യമില്ല. ഇവിടെ ഈ ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇതിനകത്ത് പറയുന്നത് മാക്സിമം എഫേർട്ട് ഇതിനെ കൂട്ടിലാക്കാനോ മയക്കുവെടി വെക്കാനോ ആണ് ഉണ്ടാകേണ്ടത്. അതിനു മുൻപ് ഇവർ ചെയ്യേണ്ട മറ്റൊരു കാര്യത്തെക്കുറിച്ചും ഈ ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ആ കടുവ തന്നെയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. ആ പ്രോബ്ലമാറ്റിക് ടൈഗർ ആണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യും. അല്ലാതെ അവിടെ പരിസരത്തുള്ള ഏതെങ്കിലും മറ്റൊരു കടുവയെ കണ്ടെത്തി അങ്ങനെയല്ല. ഇത് ഈ സ്ത്രീയെ കൊന്ന കടുവ തന്നെയാണെന്ന് കണ്ടെത്തി അതിനെ കൂട്ടിലാക്കാനോ മയക്കുവെടി വെക്കാനോ ഉള്ള പരമാവധി ശ്രമം ഉണ്ടാകണം. അതില്ല എങ്കിൽ മാത്രമാണ് ഈ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹണ്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം.